ഹായ് കൂട്ടുകാരെ, ഇന്നേ മീൻ വന്നപ്പോൾ കുറച്ച് മീൻ മേടിച്ചു കേട്ടോ. നല്ല വലിയ അയലയായിരുന്നേ, നല്ല ഫ്രഷ് അയലയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല അയലയായിരുന്നു. അപ്പം കുറച്ച് അയല മേടിച്ചു, 1/2 കിലോ മേടിച്ചു കേട്ടോ. 3 കിട്ടി. നമുക്കത് വെട്ടിക്കഴുകി വൃത്തിയാക്കി ഇന്ന് മീൻ കറി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കയ്യോടെ തന്നെ മീൻ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എന്താ കത്തിയും കത്രിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ മീൻ നന്നാക്കൽ. കത്രിക വെച്ചിട്ട് ഇങ്ങനെ സൈഡിലുള്ള മുള്ളൊക്കെ ഞാൻ കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമേ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ തല മാത്രം നമ്മൾ കത്തിക്ക് കട്ട് ചെയ്തെടുക്കുവേ. അപ്പോൾ മീൻ നല്ല 3 മീനുള്ളതുകൊണ്ട് പെട്ടെന്ന് വെട്ടി കഴിയട്ടോ. മീനൊക്കെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കാവേ. മീനിൻ്റെ വാല് കണ്ടിക്കാൻ മാത്രം ഒരല്പം ബുദ്ധിമുട്ട് കേട്ടോ. എന്നാലും നല്ല സൂപ്പറായിട്ട് മീൻ വാലൊക്കെ കണ്ടിച്ചെടുത്തു കേട്ടോ. തല മാത്രം കത്തി. അങ്ങനെ 3 മീൻ നമ്മളിവിടെ നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ 2-3 വട്ടം കഴുകിയേ. ഇതുണ്ടോ, നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ കറുപ്പ് കളറൊക്കെ ഞാൻ എടുത്ത് കളയും കേട്ടോ. ഇനി മീൻ കഴുകിയെടുത്തു. നമുക്കതിലേക്ക് വേണ്ട ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി എടുക്കാവേ. അപ്പോൾ നന്നാക്കി എടുത്ത ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കഴുകിയെടുക്കാം. ഇനി നമുക്ക് വേറൊരു പണിയുണ്ട്. ഒരല്പം പച്ചക്കുരുമുളകും കൂടെ അരയ്ക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ കുരുമുളക് ചെടിയിൽ നിറയെ കുരുമുളകുണ്ട്. പോയി 2 എണ്ണം പറിച്ചുകൊണ്ട് വരാം കേട്ടോ. കയ്യത്തിലായിരുന്നു, ഒരു കമ്പിന് വലിച്ചു പറിച്ചു. അങ്ങനെ കുരുമുളകും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെന്താ ചെയ്യണേ, ഇതെല്ലാം കൂടി ചോപ്പറിലിട്ട് 4 വലി വലിക്കും. അപ്പം നമുക്കത് വേണ്ട പരുവത്തിനായി കിട്ടും കേട്ടോ. കുരുമുളക് അധികം ഇട്ടില്ല, കാരണം പച്ചമുളക് അല്പം ഇടുന്നുണ്ട്. അപ്പോൾ എരിവ് അധികമായെങ്കിലോ എന്ന് ഓർത്ത് ഇട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചോപ്പർ വാങ്ങിയ പിന്നെ നമ്മുടെ പരിപാടികൾ, ഈ അരിയലും പുറകലൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇനി കുറച്ച് കുടപുളി കഴുകിയെടുത്തുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പിൽ തീ പിടിപ്പിക്കാം. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. മൺചട്ടിയാണ്, നമ്മുടെ മീൻ ചട്ടിയാണ്. അപ്പോൾ ചട്ടി ചൂടായി, അതിൽ വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഒത്തിരി ഒന്നുമില്ല, കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ മസാല ബോക്സിന് ആവശ്യമുണ്ട് ബൈവ്. ഇനി എന്താ ചെയ്യുക, നമ്മുടെ ഉലുവയും കടുകൊക്കെ ഇട്ട് പൊട്ടിക്കണം. ഞാൻ എൻ്റെ ഉലുവയും കടുകും മിക്സായിപ്പോയ കാര്യം നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉലുവയും കടുകൊക്കെ ഇട്ട് പിന്നെ ഒരല്പം ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടു. പിന്നെ നമ്മൾ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ച ബാക്കി ഉള്ളി എല്ലാം കൂടി ഇട്ട് ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ഇട്ടു കേട്ടോ. കറിവേപ്പില നമ്മൾ കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, അല്പം എരിവെള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ നല്ലോണം മൂപ്പിച്ചു. വിറകിൻ്റെ അകത്തുനിന്നൊക്കെ പുക വരുന്നു. പിന്നെ മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ കുടംപുളി ഇട്ട് വെച്ച വെള്ളത്തോടു കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇപ്പം ഇതുപോലൊരു തിക്ക് ഗ്രേവി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. മീനെ ഞാനിവിടെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത്, ഉപ്പിട്ടിട്ടില്ലായിരുന്നു, ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. മൂടി വെച്ചു. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ തിളച്ച് വന്നതിലേക്ക് മീൻ കഷ്ണങ്ങൾ പൊക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കി അതിലേക്കിട്ട് ഇനി ഒന്നും കൂടി മൂടി വയ്ക്കാം. അതവിടെ ഇരുന്ന് വേകട്ടെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് തിള വന്നു കഴിഞ്ഞപ്പം ഞാനതങ്ങോട്ട് അടപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ പരിപാടി എന്നല്ലേ. അങ്ങനെ ഇരുന്നപ്പോൾ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ വണ്ടിയൊക്കെ കടന്നു പോയി കേട്ടോ. ഇനി എന്താ ചെയ്യണമെന്നല്ലേ, നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ തേങ്ങ എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ അതിൻ്റെ വഴിക്ക് പോയി കേട്ടോ. ഇനി നമുക്ക് തേങ്ങയൊക്കെ ചിരണ്ടി അരച്ചെടുക്കാം.
തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ, നമ്മുടെ വെള്ളം കുറച്ച് പറ്റിയിട്ടുണ്ട്, അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതാ നല്ല തേങ്ങാപ്പാൽ പരുവത്തിനാണ് അരച്ചെടുത്തത് കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരല്പം കറിവേപ്പില ഇങ്ങനെ മേലിൽ വെതറിയെടുക്കാവേ. ഇനി ഒരു അല്പനേരം കൂടി മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അധികം തിളച്ച് മറിയണ്ട, തേങ്ങ പിരിഞ്ഞു പോയാലോ. അപ്പോൾ ഇതാ ചെറുതായിട്ട് തിള വന്നു തുടങ്ങിയപ്പോഴത്തേന് നമ്മളത് വാങ്ങി വെച്ചിട്ടോ. തവയൊന്നിട്ട് ഇളക്കരുത്, ചട്ടി കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാവേ ഉള്ളൂ കേട്ടോ. മീൻകറി റെഡിയായി. പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ. ബായ്.